ആശാ ലോറൻസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ആശാ ലോറൻസ്, തീർച്ചയായും ഈ ഒരു സമയം ഇങ്ങനൊരു അഭിമുഖത്തിന് ഞങ്ങളും മാനസികമായി തയ്യാറല്ലായിരുന്നു. അത്തരമൊരു അവസ്ഥ ഞങ്ങളും വളരെ വേദനയോട് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. പക്ഷേ എങ്കിലും ആശയെക്കുറിച്ചും ഈ നാടകീയ സംഭവവികാസങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ സജീവൻ, താങ്കളുടെ സഹോദരൻ, മാധ്യമങ്ങളിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നത്. തീർച്ചയായിട്ടും ആശ സംസാരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലാണല്ലോ അല്ലേ? അത് പറയണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒളിച്ചോടിയെന്നും ഞാൻ കള്ളം പറയുന്ന ഒരാളായി മാറത്തില്ലേ. അങ്ങനെ ഞാനൊരു വാക്കും കള്ളം ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സഹോദരൻ പറഞ്ഞ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞ ആരോപണങ്ങൾക്ക് എനിക്ക് വ്യക്തമായിട്ട് മറുപടി ഉള്ളതുകൊണ്ടാണ് ഈ നിമിഷം വരെ ഞാനും എൻ്റെ മകനും കുറച്ച് വെള്ളമല്ലാണ്ട് വേറെ ഒന്നും, ഒരു മിഠായി പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഞങ്ങളോട് ആരും ചോദിച്ചിട്ടുമില്ല. അത് വേറെ ആരും ചോദിക്കേണ്ട കാര്യമല്ല, ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ ആരോഗ്യം നോക്കുക, ഭക്ഷണം കഴിക്കുക. പക്ഷെ ഞങ്ങൾ ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഇടവേള വേണോ? എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സംസാരിച്ചാലും മതിയാവും. കാരണം എനിക്കറിയാം രാവിലെ മുതൽ എനിക്ക് തോന്നുന്നു ഈ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ വേണ്ട, അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ. വിശപ്പ് ഒന്നുമില്ല. എനിക്കിത് പറയലാണ് അതിനേക്കാളും കൂടുതൽ ആവശ്യം. ശരി, പറഞ്ഞിട്ട് ഞാനിന്ന് ഉറങ്ങുള്ളൂ. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ തന്നെ ഞാൻ ചോദിക്കട്ടെ. എപ്പോഴെങ്കിലും ആശയോടോ അല്ലെങ്കിൽ കുടുംബത്തിലോ അച്ഛൻ എം ലോറൻസ് സഖാവ് തൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതായി കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംസാരം കുടുംബത്തിലുണ്ടായിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനൊരു കുട്ടിക്കളിക്കല്ല കോടതിയുടെ മുന്നാകെ പോയത് ടൈം പാസിന്, ഒരു കുട്ടിക്കളിക്കല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നെയാണ് എൻ്റെ അപ്പം മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പോയത്. ഞാൻ പോകുമെന്ന് ഇന്നലെ വിജയരാഘവനോട് ഞാൻ പറയുകയും ചെയ്തിരുന്നതാണ്. വിജയരാഘവൻ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവാണ്, PB മെമ്പറാണ്, LDF കൺവീനറായിരുന്നു, PB മെമ്പറായിരുന്നു, കുറേ നാൾ MP ആയിരുന്നു. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് ഇന്നലെ വിളിച്ചിട്ട് ഞാൻ നാളെ വരില്ലേന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞത് ഇതെന്ത് ചോദ്യമാണ്, ഞാൻ തൃശ്ശൂരെത്തി, ഞാൻ നാളെ വരും എന്ന് പറഞ്ഞു. അവസാനത്തെ ലാൽസലാമിനും പതാക പതക്കാനും ചുരുട്ടി ലാൽസലാം വിളിക്കാൻ പിന്നെ സഖാക്കൾ എത്തുമല്ലോ. അതിന് അടുത്തത് VSL എന്നും പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് എപ്പോഴും ചിരിയാണ്, ഒരിക്കലും പോലും ഒരു ദേഷ്യപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. ഒരു സഹോദരനെ പോലെ തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് 2 കാര്യം പറയാനുണ്ട്, എന്താണെന്ന് ചോദിച്ചു. ബാബു മാത്യു P ജോസഫ് എന്ന് പറഞ്ഞ മുൻ ഹൈക്കോടതി ജഡ്ജ് അപ്പൻ്റെ നെവ്യൂ ആണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. പിന്നെ അരുൺ ആൻ്റണിയാണ് നിങ്ങളെല്ലാവരും ഇട്ട് ആഘോഷിക്കുന്ന, കേരളം മൊത്തം എന്നെ അപമാനിച്ച് ഇന്നും ഓരോ ചാനലിലും വിളിച്ചിരുത്തി വായിച്ച് കേൾപ്പിക്കുന്നത്, ആഷ്മി ഉൾപ്പെടെ വായിച്ച് കേൾപ്പിക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ 2021 എൻ്റെ അപ്പൻ എന്നെ തള്ളി പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ള ഒരു FB പോസ്റ്റ്. അത് എഴുതിയത് അരുൺ ആൻ്റണി എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവനാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുവാണ്, വൃത്തികെട്ട ഒരു ഡെബിൾ. അവനാണ് ആ ഫേക്ക് പോസ്റ്റ് ഇട്ടത്. അവൻ അങ്ങനെ ഇടാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അപ്പനെ ഇവൻ കുറേ നാളായിട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അപ്പൻ്റെ നെവ്യൂ ബാബു മാത്യു P ജോസഫും അപ്പൻ്റെ അനിയൻ MM മാത്യുവും കൂടി ഇടംവലം നിന്ന് ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പനെ. അവരുടെ ഇപ്പോൾ എത്ര നാളായി അപ്പനെ കണ്ടിട്ട്? അപ്പനെ ഞാൻ എനിക്ക് തോന്നണോ കൃത്യം ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, 1.5 മാസം 2 മാസം ആയി കാണുമായിരിക്കും. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ മാത്രമേ പോയി കാണാറുള്ളൂ. അപ്പൻ വയ്യാതാവുന്ന ഘട്ടത്തിൽ ആശയ പരിചരിക്കാൻ കൂടെ ഉണ്ടായിരുന്നോ? ഞാൻ എങ്ങനെ പരിചരിക്കാൻ നിൽക്കാനാണ്? ഞാൻ കൂടുതലും ഡൽഹിയിലായിരിക്കും. പിന്നെ അപ്പൻ ബെഡ് റിഡൻ ആയപ്പോൾ 2021 ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അന്ന് ഈ അരുൺ ആൻ്റണി അതിലോട്ട് പോയപ്പോഴാണല്ലോ വീണ്ടും ഈ ചോദ്യം വന്നത്. ഈ അരുൺ ആൻ്റണി ബാബു മാത്യു P ജോസഫിന്റെ MM മാത്യുവിന്റെ ഊഴം കഴിഞ്ഞപ്പം ഈ അരുൺ ആൻ്റണി അപ്പനെ ഹൈജാക്ക് ചെയ്തു. അവൻ വീട് വെക്കുമ്പോൾ അപ്പനൊരു മുറി കൊടുക്കും, അപ്പോൾ അപ്പനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് നേട്ടങ്ങൾ അവൻ ചെയ്തെടുത്തു. അവനും അവൻ്റെ അമ്മ നിർമ്മല, 2 പേര് CPM മെമ്പേഴ്സാണ്. പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാകുക, അങ്ങനെ സമ്പാദിക്കല്, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് നടക്കുമായിരുന്നു. അപ്പോൾ അപ്പൻ എപ്പോഴും പറയും അരുണിന്റെ വീട്ടിൽ പോകും, അരുൺ വന്നു, അരുണിന്റെ കൂടെ കാറിൽ പോണു. അത് ഞാൻ ചോദിക്കും ആരാണ് അരുൺ എന്ന് പറയുമ്പോൾ ഞങ്ങളാരും കണ്ടിട്ടില്ല ഈ അരുണിനെ. ഈ പാർട്ടി പ്രവർത്തകരെയായിരുന്നു ആ സമയത്ത്. വിശ്വാസം പാർട്ടി പ്രവർത്തകരല്ല, അരുൺ എന്ന് പറഞ്ഞല്ലോ. അരുൺ ഒരു അകന്ന ബന്ധുവാണ്.
വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അരുൺ. താങ്കളെയാണ് അരുൺ എന്ന് പറഞ്ഞത്. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു യോജിപ്പില്ലാണ്ടായിപ്പോയി ഞങ്ങളുടെ കുടുംബം. നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ വന്നു. അമ്മയുടെ മരണശേഷം അപ്പന് കൃത്യമായി അമ്മ തന്നെ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. അന്ന് ഞാൻ ഹൈക്കോടതിയിൽ പോയി ഹേബിയസ് കോർപ്പസ് കൊടുത്തപ്പോൾ ഇന്ന് നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന മൂത്ത മകൻ, അയാൾ അന്ന് അഡ്വക്കേറ്റ് ആയിരുന്നു, ഒരു പരിഹാരം എടുക്കണമായിരുന്നു. ആ കുടുംബത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു അമ്മയെ കൊണ്ട് ഒരു പ്രോപ്പർട്ടി ഇഷ്യൂവിൻ്റെ പേരിൽ അമ്മയെ ഒഴിവാക്കാൻ വേണ്ടി തൊടുപുഴ പൈങ്കുളത്ത് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടപ്പം അന്ന് ഇതുപോലെ ഞാൻ ഹൈക്കോടതിയിൽ ഒറ്റയ്ക്ക് ഓടി നടന്നത്. ഇന്ന് എൻ്റെ പ്രൊട്ടക്ഷന് കൂടെ നിന്ന മകന് അന്ന് 3.5 വയസ്സേ ഉള്ളൂ. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നും എന്നെ ഈ പാർട്ടി സഹായിച്ചില്ല. ഞാൻ ലെനിൻ സെന്ററിൽ ഓടിപ്പോയി. ഗോപി കോട്ടമറക്കിലായിരുന്നു അന്ന് ജില്ലാ സെക്രട്ടറി. അയാൾ ഗുണ്ടകളെ നിർത്തി കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് വിട്ട ഒരാളാണ് അയാൾ. ഇന്ന് പാർട്ടി ഞാൻ അവഹേളനം നടത്തി, നാടകം നടത്തി എന്ന് പറഞ്ഞല്ലോ. തുടക്കത്തിൽ താങ്കൾ പറഞ്ഞല്ലോ നെഞ്ചിലേറ്റിയ പാർട്ടി പ്രവർത്തകർ ലാൽസലാം വിളിച്ചു എന്ന്. ലെൻ സെന്ററിൽ ഇന്ന് കൊണ്ടുപോയി. താങ്കൾക്കറിയാവോ, ലെൻ സെന്ററിൽ നിന്ന് അപ്പനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഒരു രാത്രി അപ്പൻ അവിടെ അഭയം തേടിപ്പോയി. മരിച്ചുപോയ മകൻ എബിയുമായിട്ട്. ഇതൊന്നും കുടുംബ വഴക്കൊന്നും അത്ര നാണക്കെട്ട് പറയാണ്ടിരിക്കേണ്ട കാലഘട്ടത്തിൽ കൂടിയൊന്നുമല്ല നമ്മൾ പോണത്. ജനം അറിഞ്ഞിരിക്കണം. ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു നന്മയോ തിരിച്ചറിവുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. വീട്ടിൽ വഴക്കെല്ലാം തുടങ്ങി, എന്തോ വാക്ക് തർക്കന്ന്. അമ്മ എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ താമസിക്കുക. തറവാട് വീടിൻ്റെ അടുത്തൊരു ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പന് ഒരു ദിവസം അപ്പൻ ഞങ്ങളെ കാണാനായിട്ട് KJ ജേക്കബും CN ഉണ്ണികൃഷ്ണൻ, അന്ന് MLA ആണ്, വന്നു എന്നെ അമ്മയെ കാണാൻ. എന്നിട്ട് പറഞ്ഞു കുറേ കാര്യങ്ങൾ അമ്മയെ കാണാനൊക്കെ ആയിട്ട് വന്നതാണ്. പറഞ്ഞു ലോറൻസിനെ നോക്കാൻ ആരും ഇല്ല എന്ന്. അമ്മ പറഞ്ഞു ഞങ്ങളെ വേണ്ടല്ലോ, പാർട്ടിയാണല്ലോ വലുത്, പാർട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരാ പറഞ്ഞത് പാർട്ടി ഒന്നും നോക്കാനൊന്നും പോണില്ല. അബിയായിട്ട് വഴക്കിട്ടു. ആ മകൻ മരിച്ചുപോയി. വഴക്കിട്ടിട്ട് അപ്പച്ചൻ ലെനിൻ സെന്ററിൽ ഒരു രാത്രി കിടക്കാൻ പോയി. ആ ലെനിൻ സെന്ററിന്റെ കല്ലിടലിന് പങ്കെടുത്തിട്ടുള്ളതാണ് ഞാൻ. ഇന്ന് ഈ തിരുവാതിര നർത്തകികൾ ലാൽസലാം വിളിച്ചിട്ട് അപമാനിച്ചിട്ടില്ല. എന്നെ ഒന്നാം തള്ളാൻ വന്നവരൊന്നും അന്ന് അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തറക്കടല് എനിക്ക് തോന്നുന്നു VS സഖാവ് ആയിരിക്കണം സെക്രട്ടറി, EMS സഖാവ് എന്ന് ജനറൽ സെക്രട്ടറി ആയിരിക്കണം. അത് മണമാട്ടിപ്പറമ്പിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടക്കുന്നത്. ആ ലെനിൻ സെന്ററിൽ അപ്പച്ചനും അപ്പച്ചൻ്റെ തലമുറയും ഒക്കെ കെട്ടിപ്പൊക്കിയതാണ് ലെനിൻ സെന്ററിൽ. ഒരു രാത്രി അപ്പം കിടക്കാൻ ചെന്നപ്പോൾ പിറ്റേന്ന് അതിരാവിലെ ഗോപിക്കോട്ടമുറക്കിൽ ഇവിടെ ഇത് പറ്റില്ല എന്നും പറഞ്ഞു. അപ്പൻ തലയും കൊമ്പിട്ട് അപ്പൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത്, അന്ന് ലിഫ്റ്റ് ഇല്ല ലെനിൻ സെന്ററിന്, ഇറങ്ങി വന്നു. ഇന്ന് ആ ലെനിൻ സെന്ററിൽ കൊണ്ടുപോയി ലോറൻസിനെ പിന്നീട് പരിചരിച്ചത് ഇല്ല. അപ്പച്ചൻ വരുമായിരുന്നു. അമ്മയും അപ്പച്ചനും തമ്മിലൊരു മാനസികമായിട്ടുള്ളൊരു അകൽച്ചയും ഇഷ്ടവും എല്ലാ ബന്ധത്തിലും ഉള്ളതുപോലത്തെ ഇഷ്ടവും ഇഷ്ടക്കറവും എല്ലാം ഇങ്ങനെ വേലിയേറ്റവും വേലിയിറക്കം പോലെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അമ്മ കുറേ നാൾ എൻ്റെ അടുത്താണ് നിന്നത്. അമ്മ ഒരു അൺവാണ്ടഡ് എലിമെൻ്റ് ആയി തീർന്നു അവിടെ നിന്ന്. അങ്ങനെയാണ് അമ്മയെ കൊണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിലാക്കി. അമ്മയുടെ ഒരു സംശയരോഗമൊക്കെ കുത്തിപ്പൊക്കി അവിടെ കൊണ്ടാക്കിയത് മരിച്ചുപോയ ബ്രദറാണ്. ആ ബ്രദർ അമ്മയുടെ മാപ്പെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആശാ ലോറൻസ്. കാരണം അത് നിങ്ങളുടെ കുടുംബത്തിൽ ഇനിയും കൊച്ചുമക്കളും കുടുംബവും ഒക്കെ ഉണ്ടല്ലോ. അതൊരു പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയവുമല്ല. പക്ഷെ എനിക്ക് അറിയേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ ആശാ ലോറൻസ്. തീർച്ചയായും ഞാൻ ആശ പറഞ്ഞതിനോട്, ആശയുടെ വിഷമത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും എൻ്റെ സംശയം ഇതാണ്. അത് പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള സംശയം മാത്രമാണ് കേട്ടോ. ആശ, ഇന്നിപ്പോൾ അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് മെഡിക്കൽ കോളേജിലേക്ക് മൃതശരീരം കൊണ്ടുപോകുന്നത് എന്നാണ് മകൻ പറഞ്ഞത്. ആശയാകട്ടെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ പരിചരിക്കാൻ, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ കഴിയാതെയും പോയി. അത് വാസ്തവമല്ലേ? എനിക്ക് അമ്മയുടെ ലെറ്റർ വന്നാൽ മാത്രമേ എനിക്കിതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അവിടെ നിന്നുള്ള തുടക്കമാണ്. അവിടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ഹൈക്കോടതിയിൽ പോയപ്പം അപ്പച്ചനെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്, മരിച്ചുപോയ എബിക്കുമെതിരെ. അന്ന് ഈ ബ്രദർ അന്നും കാറ്റുപിടിച്ച കല്ലിനെ പോലെ ഇരിക്കുന്ന ഒരാളാണ്. ഒരു രമ്യതയിൽ പെടുത്താനായിട്ട്, ഇത് താങ്കൾ പറഞ്ഞ പോലെ അത് കുടുംബത്തിൻ്റെ സ്വകാര്യതയാണ്, പൊതുസമൂഹം അറിഞ്ഞ നാണക്കേടാണെന്ന് പോലും പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊന്നും പോയില്ല. കുറേ വക്കീലുമാരെ ഇറക്കി അവിടെയും അപമാനിക്കാനാണ് ശ്രമിച്ചത്. ഈ പറഞ്ഞ ബാബു മാത്യു, P. ജോസഫും MM മാത്യു ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു ഹൈക്കോടതിയിൽ. അന്നത്തെ ജഡ്ജിമാർ ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ. അതൊരു കുടുംബ വിഷയമായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാത്തത്. കാരണം എനിക്ക് അറിയേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. കുടുംബ വിഷയമല്ല,
ഇല്ല. ഓ അങ്ങനെയാണ് താങ്കൾ പാർട്ടിയുമായി തെറ്റുന്നതും ഈ കുടുംബ വഴക്കിനെ തുടർന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അപ്പനെ അന്ന് കൊണ്ടുവന്നല്ലോ, അമ്മയെ കൊണ്ടുവന്നതിന് ശേഷം ഇത് നടക്കുന്നത് 2005-ലാണ്. 2012 അപ്പൻ പറഞ്ഞു സഖാവ് VS പുന്നപ്ര സമരത്തിന് പങ്കെടുത്തിട്ടില്ല എന്ന്. അന്ന് VS ഉടനെ പറഞ്ഞത് ലോറൻസ് ഭാര്യനെ കൊണ്ടേ ഭ്രാന്താശുപത്രിയിൽ ഇട്ട ഒരാളാണെന്ന്. അന്ന് ഞാനാണ് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ ക്യാമറയുടെ മുമ്പിലല്ല, അല്ലാണ്ട് ഫോണിൽ കൂടി മനോരമയിലും എല്ലാം വിളിച്ചു പറഞ്ഞതും നികേഷ് കുമാറും ഒക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അന്നും അപ്പന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് സംസാരിച്ചു. അന്നും ഈ പറഞ്ഞ മകനോ മകളോ ഒന്നും ഇടപെട്ടിട്ടില്ല. മകള് ദുബായിലുണ്ട്, മരിച്ചുപോയ മകൻ എറണാകുളത്തുണ്ട്, ഈ മകൻ വക്കീലാണ്, രണ്ടുപേരും ഒരേ വീട്ടിലാണ് താമസിക്കണേ. ഒരു കാര്യത്തിൽ അവരാരും ഇടപെട്ടിട്ടില്ല. അന്ന് പലരും എന്നോട് ചോദിച്ചു, ഇത്ര ഉന്നതനായ അപ്പനെ എതിരെ നിൽക്കുവാണെന്ന്. അപ്പോൾ അമ്മയ്ക്ക് സ്ഥാനമില്ലെങ്കിൽ അമ്മേനെ തള്ളിക്കളയണം. അമ്മ ഇരുട്ടുമുറിയിൽ ഭ്രാന്തന്മാരുടെ കൂടെ കിടക്കുന്നത് കണ്ടിട്ട് അമ്മയാണ് ആ കുടുംബം കൊണ്ടുപോയിരുന്നത്. അന്നൊന്നും ഈ മക്കൾ സത്യസന്ധമായിട്ട് നിന്നിട്ടില്ല. അങ്ങനെ ആ അമ്മയുടെ ജീവിതവും പോയി. ഇത് ഇടപെടേണ്ട ആൾക്കാരൊന്നും ആരും ഇടപെട്ടില്ല. അന്ന് MA ബേബിയെ വിളിച്ചപ്പം MA ബേബിയോട് ഞാൻ പറഞ്ഞു, പിണറായി വിജയനെ പോയി കണ്ടു, VS പോയി കണ്ടു. MA ബേബി പറഞ്ഞ, ആശ ഇത് ഞങ്ങൾ ഇടപെടില്ല, ഇത് പാർട്ടി കുടുംബകാര്യമാണെന്ന്. ഇന്നവരെന്തിനാ ഈ കുടുംബകാര്യത്തിൽ കയറി ഇടപെടുന്നത്? ഇത് സഖാത്തികളെ നിർത്തി ഇന്നെന്തിനാ തിരുവാതിര നർത്തകികളെ നിർത്തി എന്നെ തല്ലിക്കാനും എന്നെ ഉപദ്രവിക്കാനും എന്നെ അപമാനിക്കാനും വേണ്ടിയിട്ടല്ലേ? താങ്കള് ഏറ്റവും കഴിവുള്ളൊരു ജേർണലിസ്റ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അഭിപ്രായം പറയില്ല. കാരണം അത് ആശയുടെ ഒരു കുടുംബത്തിൽ ആശയ്ക്ക് സംഭവിച്ചത് അതെങ്ങനെയാണ് ആശ മനസ്സിലാക്കുന്നത് എന്നത് അതേ വികാരത്തിൽ എനിക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അതിൽ ഒരു കമന്റും പറയില്ല ആശ. പക്ഷേ എനിക്ക് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മധ്യത്തിലുള്ളത് നമ്മുടെ മുന്നിൽ ഇനി ഹൈക്കോടതിയുടെ ഉത്തരവ് കിടക്കുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ ഇമം ലോറൻസിനെ ഭാവി തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടി ആ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാം, അതല്ലെങ്കിൽ ആശയുടെ വിശ്വാസം പോലെ അമ്മയ്ക്കൊപ്പം ആശ തന്നെ പറയുന്ന അമ്മയുമായി കലഹിച്ച് അമ്മയെ അത്തരം ബുദ്ധിമുട്ടിച്ചു എന്ന് ആശ തന്നെ പറയുന്ന ആ അച്ഛൻ അമ്മയ്ക്കൊപ്പം തന്നെ അന്തി ഉറങ്ങണം എന്നൊരാഗ്രഹവുമാണ്. ഈ രണ്ട് ആഗ്രഹങ്ങളും ന്യായമാണ്, കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യക്തിഗതമാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിനകത്തൊരു പൊസിഷൻ എനിക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ സംശയം ഇതാണ്, ആശ അവസാനത്തിൽ 2012 ശേഷം പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം വയ്യാതാവുന്ന കാലഘട്ടങ്ങളിലെല്ലാം ആശയ്ക്ക് MM ലോറൻസിനോടൊപ്പം, സഖാവ് ലോറൻസിനോടൊപ്പം, അച്ഛനോടൊപ്പം നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി പല കാരണങ്ങളാൽ. അത് ആശ ഇട്ടിട്ട് പോയി എന്ന അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. ശരിയല്ലേ? സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ 2012 വരെ ഡൽഹിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ വന്നിട്ട് സിഡ്കോയിൽ ജോയിൻ ചെയ്തത് കോഴിക്കോടാണ്. എൻ്റെ അപ്പനും അമ്മയും അവിടെ വന്ന് താമസിച്ചിട്ടില്ല. അമ്മ അവസാനം ഞാൻ അവിടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പനെ വിളിക്കുമ്പോഴൊന്നും പിന്നെ വരാം, നാളെ വരാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അപ്പനും അമ്മയൊന്നും എറണാകുളം സിറ്റി വിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാരുമല്ല. പിന്നെ ഈ അപ്പൻ്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഡോക്ടർ അരുൺ ഒരു കാര്യം മനസ്സിലാക്കുക, കല്യാണം കഴിഞ്ഞ് പോയി വിവാഹിതം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ എന്തെങ്കിലും പ്രശ്നത്തോടുകൂടി കയ്യിലൊന്നും ഇല്ല മക്കളെയും കൂട്ടിയിട്ട് സ്വന്തം വീട്ടിൽ വരുമ്പം അവിടെ വേറെ അംഗങ്ങൾ വന്നു കഴിഞ്ഞു, അവിടെ ആക്സെപ്റ്റൻസ് ഒന്നും കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ പിന്നെ വീട്ടിൽ പോയിട്ടില്ല, അവിടുത്തെ അപമാനമൊന്നും സഹിക്കണ്ട. എൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നീ മക്കളും അനാഥരെ പോലെ നിൽക്കണ്ട, വാടകയ്ക്ക് വീടെടുത്ത് മാറി താമസിക്ക് എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പനവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബത്തിൽ ചില നിർഭാഗ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടായി. താങ്കൾ പറഞ്ഞു വരണയിലോട്ട് പറയണമെങ്കിൽ ഒരുപാട് കാര്യം തന്നെ ഈ സമൂഹത്തോട് എനിക്ക് പറഞ്ഞിട്ട് ഞാൻ ഈ രാത്രി ഭക്ഷണം പോലും കഴിക്കാണ്ടിരിക്കുന്നത് ഈ ഇല്ല, എനിക്കെല്ലാം പറഞ്ഞിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അത് പറയണ്ട ഇത് പറയണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിതിന് മാത്രമായിട്ട് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പനെ നോക്കിയില്ല, ഇപ്പോൾ വന്ന് കരഞ്ഞു, ഇപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അറിയേണ്ട കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി സാറിനോട് പറയാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കുറേ വർഷമായിട്ട് അദ്ദേഹം എൻ്റെ കർമ്മം കൊണ്ട് എൻ്റെ അപ്പനെ പോലെ കൂടെ ഞാൻ വീണ് പോയപ്പം പിടിച്ചെണീപ്പിച്ച് ചേർത്ത് പിടിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി സാറ്. വീട്ടിലെ വഴക്കും അപ്പനെ നോക്കാൻ ആരും തയ്യാറാവാത്ത കാര്യങ്ങളും എല്ലാം പറയുമായിരുന്നു. ഈ ഒരു കൂട്ടത്തില് ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു. അവസാന നിമിഷം അച്ഛനുമായി സംസാരിക്കുമ്പോൾ അച്ഛൻ അത്തരം ആഗ്രഹങ്ങൾ എന്തെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ ആശയോട്? കാരണം ആശ ഏറെക്കാലം അച്ഛനുമായിട്ട് അടുത്ത്, അച്ഛൻ്റെ രോഗാവസ്ഥയിലാണെങ്കിലും അതിന് തൊട്ടു മുമ്പാണെങ്കിലും അച്ഛനോട് അടുത്ത് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഒരുപക്ഷെ മകൻ സജീവനോടോ കുടുംബത്തോടോ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആശയ്ക്ക് അറിയാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം മൃതശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ?
ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പനെ നോക്കിയിട്ടില്ല. എവിടെ നിന്ന് വന്നു ഇപ്പം ഈ മകളെന്ന് CN മോഹനൻ ചോദിച്ചു എന്ന് മനോരമയിൽ അവതാരകം കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ചേ ഉള്ളൂ. ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം മഹത്വം പറയാനല്ല ഇത് പറഞ്ഞത്. എൻ്റെ അപ്പനുമായിട്ടുള്ളൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം താങ്കളും ഈ സമൂഹമൊക്കെ അറിയട്ടെ. അപ്പൻ്റെ കയ്യിൽ റീഇംബേഴ്സ്മെന്റ് കിട്ടണമെങ്കിൽ അപ്പൻ MP കറന്റ് MP മാർക്ക് അത് എളുപ്പം കിട്ടും. പക്ഷേ MP സ്ഥാനം ഇല്ലാത്തവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്തോ കൊടുക്കണം. അപ്പന് മരുന്ന് മേടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു, പെൻഷൻ കാശ് എല്ലാം ആയിട്ട്. ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു അപ്പന് ഒരു 60,000 രൂപ ഇല്ല, റീഇംബേഴ്സ്മെന്റ് കിട്ടുമായിരുന്നു എന്ന്. അങ്ങനെ എൻ്റെ കയ്യിൽ എടുക്കാനില്ല, ആരോടെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ച് ആരെ ബുദ്ധിമുട്ടിക്കുമെന്ന് ഓർത്ത് ഫ്രണ്ട്സിനൊക്കെ 60,000 രൂപ ചോദിച്ചാൽ പെട്ടെന്നൊക്കെ തരാൻ പറ്റിയവരാരും ഇല്ല. അങ്ങനെ ഞാൻ ഉമ്മൻചാണ്ടി സാർ എന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന്. അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കുന്നത്. ഫോണിൽ കൂടി പോലും അയ്യോ അയ്യോ എന്ന് പറഞ്ഞു, എത്ര രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലാൻ പറഞ്ഞു. കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് ചെന്ന് പറഞ്ഞ തുക എന്നെ ഏൽപ്പിച്ചിട്ട് തിരുവനന്തപുരം സിറ്റിയിലെ മാരിയമ്മൻ കോവിലിൻ്റെ അടുത്തുള്ള CAT സംസ്ഥാന ഓഫീസിൽ ഞാനാണ് കൊണ്ടേ കൊടുത്തത്. ഈ മകനും മകളും ഇന്ന് ഈ കള്ളം പറഞ്ഞ് അഫിഡവിറ്റും കൊടുത്ത് നടക്കുന്ന മക്കളൊന്നും ഇല്ലായിരുന്നു. മകള് കോടീശ്വരിയാണ്, ഫിനാൻഷ്യലി സേഫാണ്, മകൻ വക്കീലാണ്. ഞാൻ ചോദിച്ചു, മകളോട് ചോദിച്ചൂടെ? ഇല്ല, ഞാൻ ചോദിക്കില്ല. പാർട്ടി പറഞ്ഞൂടെ അത് വേണ്ടെന്നോ. ഞാൻ കൊണ്ടേ കൊടുത്ത് വിതിൻ ഹാഫ് ആൻ അവർ അപ്പൻ ആ കൺസേൺഡ് ഓഫീസിൽ പോയി പൈസ അയച്ചു. ഞാനന്ന് ആ കൺസേൺഡ് ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, കൺഫേം ചെയ്തു, വന്ന് പൈസ അടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് VS ഇത് പറഞ്ഞപ്പോഴും അപ്പൻ ഈ ബൈസ്റ്റാൻഡറോട് 2021 പറഞ്ഞു VS എന്നെ അപമാനിച്ചപ്പോഴും അവള് മാത്രമാണ് എനിക്ക് വേണ്ടി സംസാരിച്ചതെന്ന്. ഇങ്ങനെ അപ്പനായിട്ട് ഞാൻ നിരന്തരം ഫോണിൽ സംസാരിക്കും. അമ്മയുടെ കാര്യം പറഞ്ഞ് ചിലപ്പോൾ വഴക്കിടും. ഞാനും അപ്പനും തമ്മിലുള്ള വഴക്കിൽ എന്താണ് ഇത്ര പ്രശ്നം? എനിക്ക് എൻ്റെ അപ്പനോട് സ്നേഹിക്കാനും വഴക്കിടാനും പറ്റില്ല. കുടുംബമായിട്ട് അവസാനം കാണുന്നത് 1.5 മാസം മുമ്പാണ്. അപ്പോൾ എന്തെങ്കിലും അപ്പൻ പറഞ്ഞിരുന്നു? അപ്പൊ സംസാരിക്കാൻ പറ്റുമായിരുന്നു അപ്പന്? ഇല്ല, ഞങ്ങൾ ചെന്നാൽ ഡോക്ടർ അരുൺ 2021 തൊട്ട് ബെഡ് റിഡൻ ആയതിനു ശേഷം അപ്പൻ ഈ അരുൺ ആന്റണി എന്ന് പറഞ്ഞ അവൻ ഒഴിവാക്കിയിരുന്നു. അപ്പന് യൂറിൻ കൺട്രോൾ ഇല്ലാണ്ട് പോയപ്പം ഇന്ന് മാതൃഭൂമിയിലെ അഭിലാഷ അവനെ വിളിച്ചിരുത്തിയാണ് ചർച്ച ചെയ്യണത്. ഇതുപോലെ ഒരു വൃത്തിയായിട്ടൊരു കള്ളനെ, ഞങ്ങൾക്ക് സങ്കടം തന്നവനെ വിളിച്ചിരുത്തിയാണ് മാതൃഭൂമി അഭിലാഷ് ചർച്ച നടത്തിയത്. അവന് ഇന്നിവിടെ വരരുതെന്ന് ഇന്നലെ PB മെമ്പറോട് ഞാൻ പറഞ്ഞതാണ്. അവനോടാണ് ചോദിച്ചത്. ഈ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് ജീവിക്കണം. പിന്നെ അപ്പൻ നിൽക്കുന്ന ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ പോയി കാണുമായിരുന്നു. സജീവിന്റെ വീട്ടിൽ ഞാൻ പോകാറില്ല. ഒരു ചടങ്ങും ഞാൻ 2000 ഈ അരുൺ ആന്റണി വീട്ടിൽ നിന്ന് ഒഴിവാക്കിയപ്പം സജീവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സജീവന്റെ ഭാര്യ അനുവദിക്കുന്നില്ല. അങ്ങനെ നേരെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പം എന്നോട് പാർട്ടിയിലുള്ളവരും ചില പത്രപ്രവർത്തകരോ പോലീസ് ആരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പലരും വിളിച്ചു പറഞ്ഞു അപ്പനിങ്ങനെ ആരും ഇല്ലാണ്ട് ഹോസ്പിറ്റലിലാണ്, നീ മകനെയും കൊണ്ട് ആശ വന്ന് നോക്കാൻ പറ്റുമെങ്കിൽ വന്ന് നോക്കുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ സമയത്ത് പാതിരാത്രി യാത്ര ചെയ്ത് വന്ന് ഞാൻ അപ്പനെ ഏറ്റെടുക്കാൻ സമ്മതം അറിയിച്ചതാണ്. അന്ന് K രാധാകൃഷ്ണൻ പിറ്റേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകാൻ പോവാണ്. വിജയരാഘവൻ അന്ന് LDF കൺവീനറാണ്, MP ജയരാജൻ ജില്ലാ സെക്രട്ടറിയാണ്. 3 പേരെ രാത്രി വിളിച്ച് അവരുടെ കോൾ രജിസ്റ്റർ ഒക്കെ എടുത്ത് നോക്ക്, ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടോ ഇല്ലെന്ന്, ഇന്ന ദിവസം ഇന്ന സമയത്ത് വിളിച്ചിട്ടുണ്ട്. അവരെ അറിയിച്ച് പോലീസിലും അറിയിച്ചിട്ട് വിജനമായ കേരളത്തിൽ കൂടി ഈ കുഞ്ഞു മകനെയും കൂട്ടി യാത്ര ചെയ്ത് വെളുപ്പിന് എറണാകുളത്ത് എത്തി ഒരു റൂം എടുത്ത് താമസിച്ച് ഒന്ന് ഉറങ്ങിയിട്ട് അപ്പനെ കാണാൻ പോണത് 10 മണിക്കാണ്. അപ്പോൾ തലേന്ന് എന്നോട് K രാധാകൃഷ്ണനും MP ജയരാജനും വിജയരാഘവനും പറഞ്ഞിരുന്നു അരമണിക്കൂറിനുള്ള അവിടെ സഖാക്കളെത്തും, CN മോഹനും സഖാക്കൾ അവിടെ എത്തിയിരിക്കുന്നത്. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോഴും ബൈസ്റ്റാൻഡർ പറഞ്ഞു ഇവിടെ ആരും വന്നിട്ടില്ല എന്ന്. ഒരു 11 മണിയോടുകൂടി സജീവൻ വന്നു. ഞങ്ങളെ കണ്ടപ്പോൾ മുഖം ഒബ്വിയസ്ലി മാറുമല്ലോ, ക്വൈറ്റ് നാച്ചുറൽ, വഴക്കാണല്ലോ. പിന്നെ ഉടനെ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ CN മോഹനനും പരിവാരങ്ങളും അജയ് തറയിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ എന്തോ മെമ്പറോ എന്തോ ആണ് അദ്ദേഹവും കുറേ ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് വന്നു. അങ്ങോട്ട് എൻ്റെ മോനെ കണ്ടപ്പോൾ ഉടനെ ഇതാണോ മകൻ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തലും ഇത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചനോട് അതിനു മുമ്പ് ഞാൻ സംസാരിച്ച് ഞങ്ങൾ നോക്കാം. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു തിരുവനന്തപുരത്തോട്ട്, അപ്പച്ചനൊന്ന് ആലോചിച്ചു. അപ്പോൾ പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. പ്രായമായി കഴിയുമ്പം അവനവൻ്റെ ജന്മസ്ഥലം മാറാൻ താല്പര്യം ഉണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ പറഞ്ഞു നീ പോയി പഠിക്കുക. അവൻ മിലൻ ഡൽഹിക്ക് പോകാൻ അഡ്മിഷൻ കിട്ടിയിട്ടിരിക്കും LLBക്ക്. അപ്പോൾ മിലൻ പറഞ്ഞു എവിടെയാണെങ്കിലും LLB എടുത്താൽ പോരെ, ഞാൻ കൊച്ചിയിലാണെങ്കിലും പഠിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല നീ പോയി പഠിക്കുക എന്ന് പറഞ്ഞു. മോഹനം വന്നപ്പം പറഞ്ഞു ഇവിടെ
പെമ്മക്കളൊന്നും വേണ്ട അവിടെ നോക്കാം, പാർട്ടിയും ആമക്കളും ഉണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ആമക്കൾ എവിടെയായിരുന്നു? ആമക്കൾ ഉണ്ടായിട്ടാണല്ലോ ഭക്ഷണം പോലും കിട്ടാണ്ട് അന്യ വീട്ടിൽ പോയി കിടക്കേണ്ടി വന്നത്, എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാളൊന്നും പറഞ്ഞില്ല. പിന്നെ എൻ്റെ നേരെ ഭീഷണിപ്പെടുത്തി വരികയും ഡോക്ടർമാരൊക്കെ അതിന് സാക്ഷിയാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ. പിന്നെ ഞാൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ട്, അപ്പനും കിടക്കുന്നു. എനിക്ക് വേറെ റൂം എടുത്ത് താമസിച്ച് കണ്ടിന്യൂസ് നിൽക്കാനെന്നുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല. ഞാൻ എങ്ങനെ അപ്പനെ നോക്കുന്ന പറയണത്? എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. ഒരു തരത്തിലും ആശാ ലോറൻസിനെ വ്യക്തിപരമായി കുറ്റപ്പെടുത്താൻ ഞാൻ നിൽക്കില്ല. കാരണം അത് നിങ്ങളും അച്ഛനും മകളും ഒക്കെ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. പക്ഷെ എനിക്ക് അറിയേണ്ടിയിരുന്നത്, ഈ അദ്ദേഹത്തിന് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാമെന്ന് ഈ സമയത്ത് എപ്പോഴെങ്കിലും മകനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആശയ്ക്ക് അറിയില്ലല്ലോ. ഒറ്റ പോയിന്റേ ഉള്ളൂ എനിക്ക്. ഇല്ല, അപ്പച്ചൻ പള്ളിയിൽ അടക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആശയ്ക്ക് അറിയില്ല എന്ന് പറയാൻ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുജ എന്ന് പറയുന്ന മകള് എൻ്റെ അടുത്ത് പറയാൻ ബാധ്യസ്ഥയായിരുന്നു. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുമുണ്ട്. അപ്പൻ ഹോസ്പിറ്റലാകുമ്പോൾ അപ്പനും സീരിയസ് ആകുമ്പോൾ എന്തെങ്കിലും മകനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആശയ്ക്ക് അറിയില്ല. ആശ ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നതാണ് ആശ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ വിശ്വസിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി. അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. ആശയ്ക്ക് പിന്നിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഞാൻ ആ ചോദ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഈ ദിവസം ആശ അതിന് മറുപടി നൽകേണ്ടതല്ല. പക്ഷേ എനിക്കറിയേണ്ടത്, നാളെ ഭാവി തലമുറയ്ക്ക് പഠിക്കത്തക്ക രീതിയിൽ അപ്പൻ്റെ മൃതശരീരം ആശുപത്രിയിൽ വയ്ക്കുന്നത് ഒരു അഭിമാനകരമായ ഒരു ഒന്നല്ലേ, ഒരു ഓർമ്മയല്ലേ ആശ? അത് ഒരുപാട് തലമുറകൾക്ക് ഈ ശാസ്ത്ര പഠനം നടത്താൻ അത് പ്രചോദനമാകുമെങ്കിൽ അപ്പൻ നൽകുന്ന ഓർമ്മകൾക്കും അപ്പുറം അപ്പൻ്റെ ശരീരം വരുന്ന തലമുറകൾക്ക് ഒരു പഠന വസ്തുവാകുന്നു, ഒരു ശാസ്ത്രത്തിനൊരു വലിയ മുതൽക്കൂട്ടാവുന്നു എന്നുള്ളതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് ആശ? ഇല്ല, അഭിമാനം ഇല്ല അതിൽ. എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ തലമുറയ്ക്കൊക്കെ ഈശ്വര വിശുദ്ധ ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന ഒരു ചൊല്ലുണ്ട്. അതുപോലെ ഒരു ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവവിശ്വാസത്തെക്കാളും ദൈവഭയമാണ് വേണ്ടത്. പല സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമായിരുന്നു. ഞങ്ങളുടെ അടുത്ത തലമുറയൊക്കെ ഇതിൽ നിന്ന് വിടുതൽ തന്നെ ചെയ്യണമെന്ന് ചേച്ചിക്ക് ആഗ്രഹമുണ്ട്. അയാൾ ബൈസ്റ്റായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് ബൈബിൾ കയ്യിൽ പിടിച്ചിട്ട് കള്ളത്തരം പറയണത് എന്തിനാന്ന് എനിക്ക് താങ്കളോട് യോജിക്കാൻ പറ്റില്ല. എനിക്ക് അത്ര അഭിമാനം തോന്നുന്നില്ല. കുടുംബത്തിന്റെ ദൈവവിശ്വാസവും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥന നടത്തി ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുകൊടുക്കുന്ന തടസ്സമുണ്ടോ എന്ന് എന്റെ ചോദ്യം. ഉണ്ട്. ഡോക്ടർ അരുണിന്റെ പാരന്റ്സിന്റെ ഡെഡ് ബോഡി ഇതുപോലെ അഭിമാനത്തോടെ വിട്ടുകൊടുക്കോ? തീർച്ചയായും ഞാൻ എന്റെ മൃതശരീരം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ആശ. മറുപടി ഇല്ല. ഞാൻ എന്റെ മൃതശരീരം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ പറയാം ആശ. കാരണം നമ്മളൊക്കെ മണ്ണടിച്ചു പോയാൽ ഈ മണ്ണോട് ചേരുമ്പോൾ പിന്നെ അത് ആർക്കും ഈ കൃമികീടങ്ങൾക്ക് ഭക്ഷണമാകും എന്നതിനും അപ്പുറം ഈ മനുഷ്യ സമൂഹത്തിന് ഗുണകരമാകുന്ന ഒന്ന് നമ്മുടെ മൃതദേഹം കൊണ്ട് നടക്കുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് വെക്കലല്ലേ നല്ലത്? അതിപ്പോ ഞാൻ പറയുന്നത് എന്റെയും ആശയുടെയും മക്കളുടെയും ഒക്കെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ആശയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അതൊരു തലമുറയ്ക്ക് പാഠമാവട്ടെ. വേണ്ട, ഡോക്ടർ അരുണിനോട് ചോദിച്ചതിന് ഉത്തരം, താങ്കൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണല്ലോ, താങ്കൾ എന്താണ് താങ്കളുടെ മൃതദേഹം കൊടുക്കുന്നതാണ്, താങ്കളുടെ പാരന്റ്സിന്റെ കൊടുക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും കുടുംബത്തിൽ ഒരാളോടെങ്കിലും അത് സൂചിപ്പിച്ചു എന്നോട് പറഞ്ഞാൽ നിസ്സംശയം ഞാനത് ചെയ്യും. എന്റെ അച്ഛനിപ്പോൾ ഇന്ന് ജീവനോടെ ഇല്ല, അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല, അത് ആ കുടുംബത്തിൽ ചർച്ചയായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന എന്റെ ബന്ധുക്കളിൽ ആരും അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് അവരുടെ ബന്ധുക്കൾ ആര് പറഞ്ഞാലും ഞാനതിനെ പിന്തുണയ്ക്കും ആശ. കാരണം അത് നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് വരും. ഇപ്പൊ മകനുണ്ടല്ലോ, മകന് കൊച്ചുമക്കളുണ്ടാവും. ആ കുടുംബം മുന്നോട്ട് പോകുന്നതിന് ശാസ്ത്രത്തിന്റെ ഒരു പിന്തുണ വേണ്ടേ? താങ്കൾ ആദ്യം താങ്കളുടെ അച്ഛനോട് പോയിട്ട് സംസാരിക്കും. ഇന്ന് രാത്രി വൈകിട്ട് അച്ഛൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഒന്ന് ചോദിക്കുക. ഇങ്ങനെ വലിയ മഹത്വമായിട്ടുള്ള കാര്യമാണ്, പഠിക്കാൻ കൊടുത്തോട്ടെ, ഭാവി തലമുറയ്ക്ക് പറഞ്ഞിട്ടുള്ളതായി മകൻ പറയുക. അച്ഛന്റെ കാര്യം തീരുമാനിച്ചാൽ മതി. ഞാനിവിടെ പറഞ്ഞല്ലോ, ആശയുടെ പ്രാർത്ഥനയ്ക്കു ശേഷം ആ മൃതശരീരം തലമുറയ്ക്കുടെ നന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് തടസ്സം എന്താണ് ആശ? അതേ ഞാൻ ചോദിച്ചുള്ളൂ. അതാവുമ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനിച്ചൂടെ? പ്രാർത്ഥനയ്ക്ക് ശേഷം, ആശയുടെ ആഗ്രഹം പോലെയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവരെല്ലാം ഇല്ല
ഇല്ല, അപ്പച്ചനെ പള്ളിയിൽ തന്നെ അടക്കണം. അപ്പൻ ഇതിനേക്കാളും വലിയ നിരീശ്വരവാദിയാണെന്നും പറഞ്ഞിട്ടും അപ്പനെ കുടുംബക്കല്ലറയിലാണ് അപ്പനെ അടക്കിയത്, കലൂര് പൊറ്റക്കുഴി പള്ളിയിൽ. എൻ്റെ അപ്പൻ ഇപ്പോഴും ഇടവക അംഗമാണ്. അപ്പനെ യേശുക്രിസ്തുവിനെ ഇഷ്ടമായിരുന്നു. അപ്പൻ്റെ കല്യാണം, അപ്പൻ മാമോദിസ മുങ്ങിയ ആളാണ്. മാമോദിസ മുങ്ങിയിരുന്നില്ലെങ്കിൽ അപ്പനെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്താൻ പറ്റില്ലായിരുന്നു. അപ്പൻ അമ്മയും 59 കല്യാണം നടത്തിയത് പള്ളിയിൽ വെച്ചിട്ടാണ്. ഞങ്ങളുടെ എല്ലാം മാമോദിസ നടത്തപ്പെട്ടാണ്. 4 മക്കളുടെയും കല്യാണം പള്ളിയിലായിരുന്നു. ഞങ്ങളുടെ പേരക്കുട്ടികളുടെയും ഞങ്ങളുടെ മക്കളുടെയും മാമോദിസയും എല്ലാം പള്ളിയിൽ തന്നെയാണ്. ആ ആചാരപ്രകാരം നടത്തിയതാണ്. അപ്പൻ ബന്ധുക്കളുടെയും ഫ്രണ്ട്സിന്റെ ഒക്കെ മക്കളുടെയൊക്കെ കല്യാണം വരുമ്പോൾ പള്ളിയിൽ പോകും. ബഹുമാനമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അപ്പച്ചൻ്റെ അമ്മയും എൻ്റെ അപ്പച്ചൻ്റെ ഭാര്യയും അപ്പച്ചൻ്റെ ഒരു മകനും ഉറങ്ങണത് കലൂർ കത്രിക്കടവ് പള്ളിയിലെ സിംതേരിയിലാണ്. അപ്പനും അവിടെ ഉറങ്ങാം. പിന്നെ സഗാത്തികൾ, തിരുവാതിര നർത്തകികൾ ഇന്ന് വന്ന് എന്നെ എൻ്റെ മകനെയും ഉപദ്രവിച്ചൊന്നും നിങ്ങൾ ആരും ഒന്നും ചോദിക്കണില്ല. അവർ എവിടെ കണ്ടിട്ടുണ്ട് ഡോക്ടർ അരുൺ ഇങ്ങനെ സഗാത്തികൾ നിന്ന് ചുറ്റും നിന്ന് ലാൽ സലാം വിളിക്കുന്നത്? റെഡ് വളണ്ടിയേഴ്സ് കൺട്രോൾ ചെയ്യുകയും മുതിർന്ന സഖാക്കൾ വന്ന് ലാൽ സലാം പറഞ്ഞിട്ട് മുഷ്ടി ചുരുട്ടി പറഞ്ഞു പോവുകയും രക്തപതാക പുതുക്കുകയും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോ സഗാത്തികൾ വന്ന് വലം ചുറ്റി പോകും. ഇങ്ങനെ നർത്തകികൾ വന്നിട്ട് വാശിയോടുകൂടി ലാൽ സലാം പറഞ്ഞിട്ടുള്ളത് ഏത് നേതാവിനെയാണ്? ഇത് അവിടെ അവരാണ് പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയത്. പിന്നെ ഒരു മകള് കമ്മ്യൂണിസ്റ്റുകാരൻ അപ്പച്ചൻ കമ്മ്യൂണിസ്റ്റ് ആകേണ്ട ആളല്ലായിരുന്നു. അപ്പച്ചൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അപ്പച്ചൻ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇത്ര ഉന്നതനായ നേതാവാണ്, ഇത്ര ജെന്യുവനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. അതിനൊരു വശം നിങ്ങളാരും കാണാത്തെന്താണ്? ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ത്യാഗ ജീവിതമായിരുന്നു. അതിന് ഏറ്റവും അപ്പം കടപ്പെട്ടിരിക്കുന്നത് ഭാര്യയോടാണ്, അല്ലാണ്ട് ഈ സഗാത്തികളുടെ അല്ല. ഞങ്ങളിൽ എല്ലാ കാലഘട്ടങ്ങളിലും പല നേതാക്കളും കുടുംബവും തമ്മിലുള്ള ബന്ധം അങ്ങനെ വൈരുദ്ധ്യത്തിൽ അധിഷ്ഠിതമാണ്. അത് നമുക്ക് വിശദീകരിക്കാവുന്നതിനും അപ്പുറം വൈകാരികമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഇന്ന് ഞങ്ങൾ കണ്ടൊരു കാഴ്ചയുണ്ട് ആശ. അതായത് ജോസ് മാത്യു എന്ന് പറഞ്ഞ മാത്യു എന്ന പോലീസുകാരനെ ഒരുപക്ഷെ ആശയ്ക്ക് അറിയാമായിരിക്കാം. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാത്യു എന്ന പോലീസുകാരൻ്റെ മകൻ ജോസ് മാത്യു ഇന്ന് MM ലോറൻസിൻ്റെ മൃതശരീരത്തിൽ അന്ത്യ ഉപചാരം അർപ്പിക്കാൻ വന്നിരുന്നു. അതിനുശേഷം ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു അച്ഛനെ പോലെയായിരുന്നു, ഒരു മകനെ പോലെയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ടത് MM ലോറൻസ് നടത്തിയ ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണത്തിലാണ്. അത് വളരെ വൈകാരികമായൊരു നിമിഷമാണ്. എനിക്ക് തോന്നുന്നു ആശയടക്കമുള്ള എല്ലാ ഈ ലോറൻസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അത് വലിയ അഭിമാനം നൽകുന്നൊരു നിമിഷമായിരുന്നു. അത് മനുഷ്യത്വം വിജയിച്ചു എന്ന് ഞാൻ കരുതിയൊരു നിമിഷമാണത്. ഇത് ആശയ്ക്ക് എങ്ങനെയാണിത് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. ആശ അതെങ്ങനെ കരുതിയാലും എന്നെ സംബന്ധിച്ച് MM ലോറൻസിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് മനുഷ്യരുടെ ഒരുപാട് അസംഘടിതരായ തൊഴിലാളികളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാക്കി കൊടുത്ത ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ ആശയ്ക്കും ഒരു തെളിച്ചമുണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആശ അങ്ങനെ ആഗ്രഹിക്കും എന്നെനിക്കറിയാം. അപ്പൻ്റെ ലോറൻസിന്റെ മകൾ എന്നൊരു അഭിമാനം ആശയ്ക്കുണ്ടല്ലോ ഇപ്പോഴും. ആശ ലോറൻസ് എന്ന് വിളിക്കും. ആ തെളിച്ചം കൂടുതൽ തെളിച്ചമാവില്ലേ ആശ? നമ്മളിതിലൊരു വിശ്വാസത്തിൽ വിട്ടുവീഴ്ചയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ആചാരത്തിന് ശേഷം അത് തലമുറയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ഒരു വലിയ പാഠമായിരിക്കുന്നതും എൻ്റെ അമ്മ ആഗ്രഹിച്ചത് ഇല്ലാന്ന് പറഞ്ഞല്ലോ. ഞാൻ ഏതറ്റവും ഞാൻ പോകും. ഭക്ഷണം കഴിക്കുക ഇതൊന്നും പൊതുസമൂഹം ചർച്ച ചെയ്യും സ്വാഭാവികമായി. കാര്യം സഖാവ് ലോറൻസ് ഒരു പൊതുസമൂഹത്തിൻ്റെ കൂടെ വ്യക്തിയായിരുന്നല്ലോ. തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഏറെ നേരം സംസാരിച്ചു. ആശ, ഞാൻ ഒറ്റ കാര്യം മാത്രമേ ആദ്യം ഘട്ടം മുതൽ ചോദിച്ചുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾ കൂടിയാണ്. ഭക്ഷണം കഴിക്കുക. എന്തായാലും അച്ഛൻ പോയി. അതിനുള്ള ഓർമ്മകളും രാഷ്ട്രീയവും വിവാദവും ഒക്കെ ഒരു ഭാഗത്ത് നടക്കും. ഒടുവിൽ നമ്മളും നമ്മളുടെ മക്കളും കുടുംബവും ഒക്കെ തന്നെ ആശ പറയുന്ന പോലെയൊക്കെ ഒരു ഘട്ടത്തിൽ കാണും. പക്ഷേ അതിനും അപ്പുറം കമ്മ്യൂണിസ്റ്റുകാർക്ക് മറ്റൊരു ലോകവും ജീവിതവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതങ്ങനെ പോകട്ടെ, അത് അവരുടെ ധാരണയാണ്. ആശയ്ക്ക് ആശയുടെ ധാരണയും. നമുക്ക് തൽക്കാലം ഇത് അവിടെ അവസാനിപ്പിക്കും. എന്നാലും ആശയും മകനും ഭക്ഷണമൊക്കെ കഴിക്കുക. ഇന്നിപ്പോൾ ഏറെ ശരിയാണ്. തീർച്ചയായിട്ടും ഞാൻ ആശ അതിൽ ഇടപെടുന്നില്ല ആശ. കാരണം അത് ആശയുടേതായ ശരിയും ആശ എന്ന മകളുടെ അവകാശവുമാണ്. അതേസമയം സഖാവ് ലോറൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആവേശവും തികച്ചും വൈകാരികമാണ്. അതിന്റെ എൻ്റെ ഉത്തരം നിർഭാഗ്യവശാൽ ആശ എൻ്റെ അച്ഛൻ ഇന്ന് ജീവനോടെ ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. നമുക്കതവിടെ അവസാനിപ്പിക്കാം ആശ. താങ്ക് യു.